എറണാകുളം സീറ്റ് കോൺഗ്രസ് നിഷേധിച്ചപ്പോൾ തോമസ് ഒന്ന് കടുപ്പിച്ചിരുന്നു. പാർട്ടിക്കെതിരെ വരെ തോമസ് നിലപാടുകളെടുത്തു. അനുനയിപ്പിക്കാൻ നിരവധി പേർ ചെന്നപ്പോഴും ശോഭാവസ്ഥയിൽ തന്നെയായിരുന്നു KV തോമസ് നിന്നത്. എന്തായാലും തോമസ് BJPയിലേക്ക് പോകും, BJP ചരടുവരികൾ തുടങ്ങിയ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിന്നതാണ്. എന്നാൽ തോമസ് BJPക്ക് പിടികൊടുക്കാൻ സാധ്യത ഇല്ല എന്ന തരത്തിലും വാർത്തകൾ വന്നു. അതിനിടയിലാണ് പിണങ്ങി നിൽക്കുന്ന തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിറ്റിംഗ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ അതൃപ്തി പ്രകടിപ്പിച്ച KV തോമസിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് 3 വാഗ്ദാനങ്ങൾ നൽകിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. UDF കൺവീനർ പദവി, AICC ഉത്തരവാദിത്വം, പാർലമെന്ററി ദൗത്യം എന്നിവയാണത്. ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് തോമസുമായി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇവ ചർച്ചാ വിഷയമായത്. സ്ഥാനാർത്ഥിയായതോടെ ബെന്നി ബെഹന്നാൻ UDF കൺവീനർ സ്ഥാനം എന്തായാലും ഒഴിയും. ഈ പദവിയാണ് ഒരു സാധ്യത. AICC നേതൃത്വത്തിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, PC ചാക്കോ എന്നിവർ ഇപ്പോൾ തന്നെയുണ്ടെങ്കിലും മുതിർന്ന നേതാവിന് യോജിച്ച പദവി നൽകാമെന്ന് ഹൈക്കമാൻഡും പറയുന്നു. നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന് KV തോമസിന് തീരുമാനിക്കാം. പാർലമെന്ററി ദൗത്യം തുടരുന്നതിനാൽ തടസ്സമുണ്ടാവില്ലെന്നാണ് വാസ്നിക് പറഞ്ഞതെങ്കിലും ഇതിൽ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടുമോ എന്നതും വ്യക്തമല്ല. ഇന്ന് UP അധ്യക്ഷൻ സോണിയാഗാന്ധിയുമായി തോമസ് കൂടിക്കാഴ്ചയും നടത്തും. സിറ്റിംഗ് MPമാർക്കെല്ലാം സീറ്റ് നൽകിയെന്ന പൊതുധാരണ KV തോമസിന്റെ കാര്യത്തിൽ മാത്രമാണ് പാലിക്കാതിരുന്നത്. അവസാന നിമിഷം വരെ പട്ടികയിൽ ഉണ്ടായിരുന്ന തോമസിന് തടസ്സമായത് DCCയുടെയും ജില്ലയിൽ നിന്നുള്ള MLAമാരുടെയും എതിർപ്പാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. P രാജീവ് ഇടത് സ്ഥാനാർത്ഥിയായതോടെ സാഹചര്യങ്ങൾ മാറിയെന്നും തോമസിന് ജയസാധ്യത കുറവാണെന്നുമുള്ള നിലപാട് സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരും ഈ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചുനിന്നു. ഗ്രൂപ്പ് അനുഭാവിയാണെങ്കിലും പിന്തള്ളപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു തോമസ്. ഹൈബീഡനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്ത പരന്നപ്പോഴും അന്തിമ തീരുമാനം എതിരാവില്ലെന്ന ധാരണയായിരുന്നു അദ്ദേഹം. മുൻകൂട്ടി തീരുമാനമെടുത്ത ശേഷം തന്നെ ബോധപൂർവം ഒറ്റപ്പെടുത്തിയെന്ന തോന്നലാണ് തോമസിനെ പ്രകോപിപ്പിച്ചത്. തോമസിനെ ഒറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലായിരുന്ന സോണിയാഗാന്ധി വിശ്വസ്തനായ നേതാവിനെ പിണക്കി അയക്കരുതെന്ന് നിർദ്ദേശവും നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തോമസിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇത്. എന്തായാലും തോമസ് ഇടഞ്ഞു തന്നെയാണ്. എറണാകുളത്ത് താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും തോമസ് എടുത്ത് തന്നെയാണ് പറയുന്നത്. എന്തായാലും സിറ്റിംഗ് സീറ്റ് KV തോമസ് തന്നെ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷയും. ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അനുനയിപ്പിക്കൽ ശ്രമങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കേരള രാഷ്ട്രീയം ഇപ്പോഴും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഇനിയും 3 സീറ്റിന്റെ പ്രഖ്യാപനം വരാനുമുണ്ട്. തോമസിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, എല്ലാവരെയും കൂട്ടത്തിൽ നിർത്താൻ പറ്റുമോ അതോ നേതാക്കൾ ഭിന്നിച്ച് വഴിമാറുമോ? അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.